കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞു മരിച്ചത് ഒരു കുടുംബത്തിലെ 3 പേരാണ്. കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ 7ാം ദിവസവും തുടരുകയാണ്. ഗൗതമിന്റെ അച്ഛനും മുത്തച്ഛനും അപകടത്തിൽ മരിച്ചിരുന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന് യാതൊരു സഹായവും സർക്കാർ നൽകിയിട്ടില്ലെന്നും ആരോപണം. കടൽ ചതിക്കില്ലെന്ന വിശ്വാസത്തിലാണ് അന്നും അവർ 14-അംഗ സംഘം മത്സ്യബന്ധനത്തിനായി നീണ്ടകരയിൽ നിന്നും പുറപ്പെട്ടത്. ഉൾക്കടലിൽ എത്തും വരെ എല്ലാം ശാന്തം. പെട്ടെന്നൊരു കൂറ്റൻ തിരമാല എത്തിയതോടെ വള്ളം മറിഞ്ഞ് മുഴുവൻ പേരും കടലിലേക്ക്. നിലയില്ലാ കയത്തിലേക്ക് മുങ്ങുമ്പോഴും കൂടെയുള്ളവരെ രക്ഷിക്കുന്നതിനിടയിലാണ് രാജീവനും രാധാകൃഷ്ണനും ജീവൻ നഷ്ടമായത്. കാണാതായ ഗൗതമിനായുള്ള കാത്തിരിപ്പ് എത്ര നാൾ നീളും? നമ്മൾ മുട്ട് കയറി വള്ളം ഭാഗത്തേക്ക് വള്ളം തിരിഞ്ഞതും പെട്ടെന്നാണ് ഒരു തിരമാല അവിടെ പൊങ്ങി വരുന്നത്. ആരോ പൊക്കി ഉയർത്തി കൊണ്ടുവരുന്ന പോലെയാണ് ആ തിരമാല വന്നത്. ആ വള്ളത്തെ ആ തിരമാല പൊക്കിയെടുത്ത് മറിക്കുകയായിരുന്നു. 14 പേരുണ്ടായിരുന്നു വള്ളത്തിൽ. 14 പേരും വെള്ളത്തിൽ തെറിച്ചുപോയി. രാധാകൃഷ്ണനും ഗൗതം കൃഷ്ണയും അവർക്ക് നീന്തറിയില്ല, അവർ പയന്നു പോയിട്ടുണ്ട്. രാജീവൻ നീന്തറിയുന്ന ആളാണ്. ഗൗതം കൃഷ്ണനെ രക്ഷിക്കാനുള്ള തോന്നലാണ് കക്ഷിയും. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ബോട്ടിലുണ്ടായിരുന്ന ശ്രീദാസ് അപകടത്തിന്റെ നടുക്കത്തിലാണ് പ്രതികരിച്ചത്. ഇനി ഒരിക്കലും കടലിലേക്കില്ല. മത്സ്യത്തൊഴിലാളികളോട് എക്കാലവും അവഗണന മാത്രം. ചവിട്ടി തേക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ മത്സ്യത്തൊഴിലാളിയെ അവഗണിക്കുന്ന ഒരു രീതിയിലാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏതാണ്ട് 45% ഈ മത്സ്യത്തൊഴിലാളിയുടെ കയ്യിൽ നിന്നാണ്. പക്ഷെ അവർക്ക് അതിൻ്റെ പരിഗണന മറ്റ് മേഖലയിലൊക്കെ ഇവരെ വാരിക്കോരി ചെലവഴിക്കുമ്പോഴും ഇവരെ ചവിട്ടിത്താഴ്ത്തുന്നൊരു രീതിയിൽ അവർക്ക് സുരക്ഷിതമായി മത്സ്യബന്ധനം നടത്താനുള്ള മാർഗമില്ല. അപകടത്തിൽപ്പെട്ടാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാനില്ല. വീടകങ്ങളിൽ വെള്ളം കയറിയാൽ ആദ്യം ഓടിയെത്തി ആയിരങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നവരെ ഇനിയെങ്കിലും പരിഗണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ സൈന്യമാണെന്നാണ് പറച്ചിൽ. അപകട സ്ഥലങ്ങളിലും പ്രളയ സ്ഥലങ്ങളിലുമൊക്കെ അവർ കുതിച്ചെത്തും. പക്ഷേ അവരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഗൗതമിനായുള്ള തിരച്ചിൽ ഇപ്പോഴും ഈ കുടുംബം നടത്തുകയാണ്. ഗൗതമിൻ്റെ മടങ്ങിവരവിനായി അവർ കാത്തിരിക്കുകയാണ്. 3 പേരെയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്. ക്യാമറ പേഴ്സൺ സുജിത് VS-നൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.